വെൽക്കം ബാക്ക് ടു ലെറ്റ് ബാറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ ഓറോബിന്ദോ എഴുതിയിട്ടുള്ള ദ ഗോൾഡൻ ലൈറ്റ് എന്ന പോയാണ്. മൈ ഗോൾഡൻ ലൈറ്റ് കെയിം ഡൗൺ ഇൻ ടു മൈ ബ്രെയിൻ ആൻഡ് ദ ഗ്രേ റൂംസ് ഓഫ് മൈൻഡ് സൺ ടെസ്റ്റ് ബിക്കെയിം എ ബ്രൈറ്റ് റിപ്ലൈ ടു വിസ്ഡംസ് ഒക്കൾട്ട് പ്ലെയിൻ, എ കാം ഇലൂമിനേഷൻ ആൻഡ് എ ഫ്ലെയിം. ഈ സ്റ്റാൻസയിലൂടെ പോയിട്ട് പറയുന്നത് ഒരു ഡിവൈൻ ലൈറ്റ് അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് ആദ്യം ഡള്ളായിട്ടായിരുന്നു. ഈ ലൈറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം അത് നല്ല ബ്രൈറ്റ് ആൻഡ് അലൈവ് ആയിട്ടാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ മൈൻഡുള്ളത്. അദ്ദേഹത്തിന് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഹിഡൻ ആയിട്ടുള്ള സ്പിരിച്വൽ വിസ്ഡമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഡിവൈൻ ലൈറ്റ് അദ്ദേഹത്തിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് അദ്ദേഹം ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ പറയുന്നത്. The golden light came down into my throat, and all my speech is now a tune divine, a paean song of thee, my single note. My words are drunk with the immortal's wine. പിന്നീട് ആ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ത്രോട്ടിലേക്കാണ്, അതായത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിലേക്കാണ്. ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും മേ ബി പോയായിരിക്കാം, അതൊക്കെ ബ്യൂട്ടിഫുൾ ആൻഡ് ഹോളി, എ ട്യൂൺ ഓഫ് ഡിവൈൻ ആയി മാറുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു സോങ് എഴുതുകയാണെങ്കിൽ പോലും അത് ഡെഡിക്കേറ്റഡ് ടു ഡിവൈൻ ആണ്, ഡിവൈൻ പ്രൈസ് ആയിട്ടാണ് ആ സോങ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വേർഡ്സിലും ഉള്ളത് ഡിവൈൻ ജോയ് ആൻഡ് ഇൻസ്പിറേഷൻ ആണ്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. Thy golden light came down into my heart, smiting my life with thy eternity. Now has it grown a temple where thou art, and all its passion point towards only thee. പിന്നീട് ആ ഡിവൈൻ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഹാർട്ടിലേക്കാണ്, റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇമോഷൻ ആൻഡ് ലവ്. ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഒരു ടെമ്പിളായിട്ടാണ് കാണുന്നത്, ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്ലേസ് ഫോർ ഡിവൈൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിസേഴ്സും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷൻസും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിലേക്ക് മാത്രമാണ്. Thy golden light came down into my feet. My earth is now thy playfield and thy seat. പിന്നീട് ഡിവൈൻ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫീറ്റിലേക്കാണ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ഷൻസും അദ്ദേഹത്തിൻ്റെ ലൈഫിനെയൊക്കെയാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ഷനിലും ഒരു ഗോഡിൻ്റെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ളായിട്ട് ഇപ്പം ഗോഡിനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിലൂടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.